എല്ലാ കൂട്ടർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ലെൻസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് അല്ലെ, അതിനെ കുറിച്ചൊക്കെ പഠിച്ചു. അതിന്റെ എന്താണ് ബന്ധപ്പെട്ട ടേംസുകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഓരോ പാർട്ടുകളും നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഈ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 12th വരുമ്പോൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബേസിക്സ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം കൃത്യമായിട്ടൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി പോവുക. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ് ആണ്. ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണം. ലെൻസിൽ എങ്ങനെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്, അതായത് ഇമേജ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതായത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു വിൻഡോ ഇല്ലേ, ഒരു വിൻഡോയുടെ ഇമേജ് ഇതാ ഈ ഒരു പേപ്പറിലേക്ക് ഇല്ലേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഏത് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആ ഒരു മാഗ്നിഫൈങ് ലെൻസ് ആണല്ലേ. അതായത് ഏത് ലെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണല്ലോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയല്ലോ, ഒരു കോൺവെക്സ് ലെൻസ് ആകുമ്പോഴാണ് നമുക്ക് ഇമേജ് ഒരു സ്ക്രീനിൽ കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ജനലിൽ കൂടെ അല്ലെ, ജനലിൽ കൂടെ ലൈറ്റ് റേസ് വന്ന് കയറിയിട്ട് ഇവിടെ വന്നിട്ട് എന്താണ്, ഇവിടെ then കൺവേർജ് ചെയ്തിട്ട് ഈ ഒരു പേപ്പറിലേക്ക് ഇമേജ് വരുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ്. ഈ ജനലാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി കോൺകേവ് ലെൻസ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, കോൺകേവ് ലെൻസ് ഉപയോഗിക്കുവാണെങ്കിൽ എങ്ങനെ ഇമേജ് ഉണ്ടാവുമോ? ഇമേജ് ഉണ്ടാവോ? ഇവിടുന്ന് വന്ന് ലൈറ്റ് റേസ് ഇവിടെ വന്ന് വീഴുമ്പോൾ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തു പോകില്ല, വ്യതിചലിച്ച് പോവുക ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇമേജ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. സ്ക്രീനിൽ ഇമേജ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇല്ലേ. പക്ഷെ ഇമേജ് ഉണ്ടാവും. ഈ ലെൻസിൽ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെൻസിൽ തന്നെ ഇമേജ് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അവിടെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രൈ ടു ഫോം ആൻ ഇമേജ് യൂസിങ് എ കോൺകേവ് ലെൻസ്. ഈസ് ഇറ്റ് പോസിബിൾ? എന്താണ്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രതിബിംബം രൂപീകരിക്കാൻ ശ്രമിച്ചു നോക്കൂ. സാധിക്കുന്നുണ്ടോ? ഇല്ല, സാധിക്കുന്നില്ല നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? then which lens was used to form an image on the screen? സ്ക്രീനിൽ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രതിബിംബം രൂപീകരിക്കണമെങ്കിൽ ഏത് ലെൻസ് നമ്മൾ ഉപയോഗിക്കണം? കോൺവെക്സ് ലെൻസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോഴാണ് സ്ക്രീനിൽ പ്രതിബിംബം ഉണ്ടാകുന്നത്. പ്രത്യേകം ഓർത്തോണം കേട്ടോ. അപ്പോ സ്ക്രീനിൽ നമ്മൾ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് ശരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റിയൽ ഇമേജ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു റിയൽ ഇമേജ് എന്ന് പറഞ്ഞ്. റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഏതാണ്? റിയൽ ഇമേജ് ആണ് ഇല്ലേ. ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്ക്രീനിൽ നമുക്ക് അവിടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ, സ്ക്രീനിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? അവിടെ കിട്ടുന്ന റിയൽ ഇമേജ് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? റിയൽ ഇമേജിന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ഇമേജ് എന്നാണ് പറയുന്നത്. യഥാർത്ഥ ഇമേജ്. ഓക്കെ ആണല്ലോ? ഇനി കോൺകേവ് ലെൻസിൽ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ലേ. പക്ഷെ ലെൻസിൽ തന്നെ അവിടെ ഇമേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ലാത്ത ഇമേജസിനെ നമ്മൾ പറയുന്ന പേരാണ് വെർച്വൽ ഇമേജ് എന്ന് പറയും. വെർച്വൽ ഇമേജ്, അതായത് മിഥ്യയായിട്ടുള്ള ഇമേജ്. നമ്മുടെ മിറർ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഇമേജ് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? കണ്ണാടിയിൽ തന്നെയല്ലേ കാണുന്നത്. മിററിന്റെ കേസിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊക്കെ എന്താണ്? വെർച്വൽ ഇമേജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ മനസ്സിലായല്ലോ റിയൽ ഇമേജും വെർച്വൽ ഇമേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കാത്ത ഇമേജുകൾ എന്ത് പറയാം? വെർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇവിടെ നോക്കിയാൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മെഴുകുതിരിയുടെ എന്താണ് വെട്ടം നമുക്ക് ഇവിടെ കാണുന്നത്. ഈ സ്ക്രീനിൽ, ഈ ഭിത്തിയിൽ നമുക്ക് ഈ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ഭിത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ എന്താണ് മെഴുകുതിരിയുടെ വെട്ടം എങ്ങനെയാണ്? ഈ എന്താണ് ലെൻസിൽ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഇത് ഏത് ഇമേജ് ആണ്? വെർച്വൽ ഇമേജ് ആണ്. ക്ലിയർ ആയല്ലോ? റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഉണ്ടാകുന്ന എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യോട്ടെ. ഇതേ ഈ പിക്ചേഴ്സിന്റെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഈ ലെൻസുകൾ മാറ്റി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് റിയൽ ഇമേജ് വെർച്വൽ ഇമേജ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ? സ്ക്രീനിൽ ലഭിക്കുന്ന ഇമേജ് അല്ലെങ്കിൽ പതിപ്പിക്കാവുന്ന ഇമേജിനെ നമുക്ക് എന്ത് പറയാം? റിയൽ ഇമേജ് എന്ന് പറയാം. റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. ഞാൻ നോക്കിയാൽ മെഴുകുതിരി ഇങ്ങനെയല്ല ഇരിക്കുന്നേ. ഇവിടെ വന്നപ്പോ എങ്ങനെയാണ്? മെഴുകുതിരി തല തിരിഞ്ഞു വന്നു. റിയൽ ഇമേജ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. അതേസമയം ഈ ഇമേജ് നോക്കിയാൽ മെഴുകുതിരിയുടെ ഇങ്ങനെ ഇരിക്കുന്ന മെഴുകുതിരിയാണ്, അത് ഇതേ പരുവത്തിലല്ല വന്നത്. അപ്പൊ വെർച്വൽ ഇമേജ് എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, നേരെ ആയിരിക്കും.
മനസ്സിലായല്ലോ. അപ്പം റിയൽ ഇമേജ് ഇസ് ഓൾവേസ് ഇൻവേർട്ടഡ്. റിയൽ ഇമേജ് എങ്ങനെയായിരിക്കും? എപ്പോഴും ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞിരിക്കും എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, അത് നേരെ തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇത് ക്ലിയർ ആക്കണം കേട്ടോ. റിയൽ ഇമേജ് എന്താണ്, വെർച്വൽ ഇമേജ് എന്താന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ഇനി മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓർത്തോളുക, റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ കേട്ടോ. ഒരു സ്ക്രീനിൽ കേട്ടോ, സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ അല്ലെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഇമേജസ് ദാറ്റ് കനോട്ട് ബി ക്യാപ്ചേർഡ് ഓൺ എ സ്ക്രീൻ, ഒരു സ്ക്രീനിൽ ലഭിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ കിട്ടുന്നില്ലാത്ത ഇമേജുകളെ നമുക്ക് എന്ത് പറയാം? എന്താണ്? വെർച്വൽ ഇമേജ് പറയാം. ബട്ട് ക്യാൻ ഓൺലി ബി സീൻ, അത് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ല, സ്ക്രീനിൽ കിട്ടില്ല, പക്ഷെ നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഇമേജിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? വെർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ അല്ലെങ്കിൽ എന്താണ്? വെർച്വൽ ഇമേജ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ഈ റിയൽ ഇമേജും അതുപോലെ തന്നെ വെർച്വൽ ഇമേജും തമ്മിലൊരു ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഓരോരോ ഫീച്ചേഴ്സിന്റെ കേസിൽ നമുക്കൊന്ന് ഡിഫറൻസ് നോക്കാം. ദ ഫോർമേഷൻ, അതായത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ. റിയൽ ഇമേജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റിയൽ ഇമേജ് ഏതിലാണ്? കോൺവെക്സ് ലെൻസിലാണ് നമ്മൾ കണ്ടായിരുന്നു. അതെങ്ങനെയാണ്? കൺവേർജ് ചെയ്തിട്ടില്ലേ, കൂടിച്ചേർന്നിട്ടില്ലേ അവിടെ ഇമേജ് ഉണ്ടായത്. മനസ്സിലാകുന്നില്ല. അപ്പം കൺവേർജ് ചെയ്തിട്ടാണ് റിയൽ ഇമേജ് ഉണ്ടാകുന്നത്. വെർച്വൽ ഇമേജ് എങ്ങനെയാണ്? അപ്പിയേഴ്സ് ടു ഡൈവേർജ്, ഇല്ലേ? ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടല്ലേ കാണുന്നത്. അപ്പൊ ആ ഡൈവേർജ് ചെയ്ത് പോകുന്നത് എവിടെയാണ്? കോൺകേവ് ലെൻസിലാണ്. അപ്പൊ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? വെർച്വൽ ഇമേജ് ആണ്. ക്ലിയർ ആയാലോ. ഇനി ലെൻസ് ടൈപ്പിൽ പറയുവാണെന്നുണ്ടെങ്കിൽ റിയൽ ഇമേജ് കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്നുണ്ട്. വെർച്വൽ ഇമേജ് കോൺകേവ് ലെൻസിലാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. കോൺവെക്സ് ലെൻസിൽ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നുണ്ട്, അതായത് ഒബ്ജക്റ്റ് ലെൻസിനോട് നല്ലോണം അടുത്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ വെർച്വൽ ഇമേജ് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായ പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ ഇനി വരുന്നുണ്ട്, നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓർത്തിരിക്കുക, റിയൽ ഇമേജ് എപ്പോഴും കോൺവെക്സ് ലെൻസിലാണ് ഉണ്ടാകുന്നത്. വെർച്വൽ ഇമേജ് കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി പൊസിഷൻ നോക്കിയേ. ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ലെൻസ് ഫ്രം ദ ഒബ്ജക്റ്റ്. പൊസിഷൻ നമ്മൾ കണ്ടില്ലായിരുന്നോ? മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് എവിടെയാണ്? ഇത് കോൺവെക്സ് ലെൻസിന്റെ കേസിലാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിയൽ ഇമേജ് ഉണ്ടാവാം ഈ ലെൻസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അതേസമയം ഇവിടെ എങ്ങനെയാണ്? ആ ലെൻസിന്റെ അതേ സൈഡിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ആ ഒരു അതേ സൈഡിൽ തന്നെയാണ് എന്താണ് ഇവിടെ വെർച്വൽ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പൊ പൊസിഷനും ഇമ്പോർട്ടന്റ് ആണ് റിയൽ ഇമേജ് ഉണ്ടാകുന്നതിന്റെ കേസിൽ. ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ലെൻസ് ഫ്രം ദ ഒബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടല്ലോ, അവിടുന്ന് ലെൻസിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ഇനി ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ അല്ലെ, ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്, അപ്പം അതിന്റെ ആ സെയിം സൈഡിൽ ലെൻസിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വെർച്വൽ ഇമേജ് ആണ്. ഈ നേച്ചർ എങ്ങനെ പറയാം? നമ്മൾ പറഞ്ഞു റിയൽ ഇമേജ് ഈസ് ഓൾവേസ് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണ്, താഴോട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. ദെൻ വെർച്വൽ ഇമേജ് എപ്പോഴും എങ്ങനെയായിരിക്കും? അപ്രൈറ്റ്, അതായത് ഇറക്റ്റ് ആയിരിക്കും, നേരെ തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി വിസിബിലിറ്റി എങ്ങനെയാണ്? വിസിബിലിറ്റി എന്ന് പറയുമ്പം പ്രൊജക്റ്റഡ് ഓൺ ടു എ സ്ക്രീൻ അല്ലേ? റിയൽ ഇമേജ് നമുക്ക് സ്ക്രീനിൽ ലഭിക്കും, പക്ഷെ വെർച്വൽ ഇമേജ് നമുക്ക് സ്ക്രീനിൽ ലഭിക്കുമോ? കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ ടു എ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ നമുക്ക് ലഭിക്കില്ല ഏത് ഇമേജ്? വെർച്വൽ ഇമേജ്. ഓക്കെ ആണല്ലോ. ഇനി ഇമേജിന്റെ സൈസ് പറയുകയാണെങ്കിൽ സ്മോളർ ആവുന്നുണ്ട്, ഈക്വൽ സൈസ് ആവുന്നുണ്ട്, ലാർജർ ആവുന്നുണ്ട്. ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഒബ്ജക്റ്റിന്റെ സെയിം സൈസ് ആവുന്നുണ്ട്, ചെറിയ സൈസ് ഒബ്ജക്റ്റിനെക്കാളും ചെറിയ സൈസ് ആവുന്നുണ്ട്, അതുപോലെ ഒബ്ജക്റ്റിനെക്കാളും വലിയ സൈസ് ആവുന്നുണ്ട്. അത് ഡിപ്പെൻഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഈ ലെൻസിൽ നിന്നും ഏത് പൊസിഷനിലാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതനുസരിച്ചിരിക്കും സ്മോളർ, ഈക്വൽ, അതുപോലെ ലാർജർ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ സൈസിന്റെ കേസിൽ വെർച്വൽ ഇമേജിൽ എങ്ങനെയായിരിക്കും? യൂഷ്വലി ലാർജറിന് നമ്മൾ മാഗ്നിഫൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ, ഓർ സ്മോളർ ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ. സാധാരണയായിട്ട് ലാർജർ ഇമേജ് ആണ് കിട്ടുന്നത്, ചെറുതും ഉണ്ടാകുന്നുണ്ട്, അത് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ. ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻസ് ലെൻസുമായിട്ട് എന്തുമാത്രം ഡിഫറൻസിലാണ് ഇരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. എങ്കിലും യൂഷ്വലി ലാർജർ ഇമേജ് ആണ് ഉണ്ടാകുന്നത്, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി എക്സാമ്പിൾ പറയാണ്, ഇമേജ് ഓൺ സ്ക്രീൻ യൂസിങ് പ്രൊജക്ടർ ഉപയോഗിച്ച് സ്ക്രീനിലേക്ക് ഇമേജ് ഉണ്ടാകുന്നില്ലേ? അതുപോലെ നമ്മുടെ ക്യാമറയിൽ കേട്ടോ, ക്യാമറയിലൊക്കെ ലഭിക്കുന്ന ഇമേജ് ഓൺ ദ ക്യാമറ എന്നൊക്കെ പറയാം അല്ലേ? ഇമേജ് ഓൺ ദ ക്യാമറയിലത്തെ ഇമേജ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? റിയൽ ഇമേജ് ആണ്.
ഇനി വെർച്വൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ഈസ് ഇൻ എ മാഗ്നിഫൈയിങ് ഗ്ലാസ്സിൽ കാണുന്ന ഇമേജ് ഒക്കെ എങ്ങനെയാണ്? വെർച്വൽ ഇമേജ് ആണ്. അല്ലെങ്കിൽ മിറർ ഒക്കെ ഉണ്ടല്ലോ, മിററിൽ നമ്മൾ കാണുന്ന ഇമേജ് ഇല്ലേ, മിറർ കേട്ടോ, മിററിലൊക്കെ കാണുന്ന ഇമേജ് എന്താണ്? വെർച്വൽ ഇമേജ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. മെയിൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. മെയിൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺവേർജ് ചെയ്തിട്ടാണ് ഇമേജ് ഉണ്ടാകുന്ന റിയൽ ഇമേജ്. മറ്റേതെങ്ങനെയാണ്? ഡൈവേർജ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ എങ്ങനെയാണ്? ഇൻവേർട്ടർ. റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, വെർച്വൽ ഇമേജ് അപ്രൈറ്റ് ആയിരിക്കും. പിന്നെ എന്താണ്? പ്രൊജക്റ്റഡ് ഓൺ ദ സ്ക്രീൻ. റിയൽ ഇമേജ് ആണെങ്കിൽ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും, വെർച്വൽ ഇമേജ് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമേജ് ഫോർമേഷൻ ആണ്. ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഏത് ലെൻസ് ആണ്? നമുക്ക് കാണുമ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഈ മെഴുകുതിരിയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആക്കിയിരിക്കുന്നത്. ഇതേ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് +2 വരുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സ്കൂളിൽ ലാബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹയർ സെക്കൻഡറി ലാബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോയി കാണിക്കും കേട്ടോ, എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പം ഇവിടെ ലെൻസ് ഇരിക്കുന്നുണ്ട്, ലെൻസിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ഇതാണ് ഒബ്ജക്റ്റ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ലൈറ്റ് റേസ് എല്ലാം ഇവിടെ വന്ന് വീഴുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാം വന്ന് ഈ ലെൻസിന്റെ അപ്പേച്ചറിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ദെൻ എന്ത് സംഭവിക്കും? കൺവേർജ് ചെയ്തിട്ട് ഒരൊറ്റ പോയിന്റിലേക്ക് വരും. അവിടെയാണ് എന്തുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇമേജ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഇരുന്നത്. ഇവിടെ സ്ക്രീനിൽ എങ്ങനെ ഇമേജ് വന്നു? തല തിരിഞ്ഞു വന്നു. ഇനി ഈ ഒബ്ജക്റ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയും കേട്ടോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഇമേജിന്റെ സൈസിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്, സൈസിലൊക്കെ വ്യത്യാസം വരും. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം എന്താണ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജും കിട്ടുന്നുണ്ട്. അത് ഈ ലെൻസ് ഈ ഒബ്ജക്റ്റിനോട് നല്ലോണം അടുത്ത് വെച്ച് കഴിയുമ്പോൾ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലെൻസ് ഉപയോഗിച്ചിട്ട് ഇമേജ് സ്ക്രീനിൽ ഉണ്ടാക്കുന്നത്. ഇനി സ്ക്രീനിൽ ഇമേജ് ഉണ്ടാവണമെങ്കിൽ അതിനെ നമ്മളൊരു ഡയഗ്രാം ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റേ ഡയഗ്രാം എന്ന് പറയും കേട്ടോ. ഇതിങ്ങനെ ഒരു എന്താണ് ഫിഗർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഈ റേസ് ഒക്കെ വെച്ച് ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്നതാണ് റേ ഡയഗ്രാം എന്ന് പറയും. അപ്പൊ ആ റേ ഡയഗ്രാം ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു സ്ക്രീനിൽ ഇമേജ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചില റൂളുകളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് സ്ക്രീനിൽ ഇമേജ് ഉണ്ടാകുന്നത്. ചുമ്മാ ഇമേജ് കൺവേർട്ട് ചെയ്ത് ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ചില റൂളുകൾ, ഓരോ റേസും പോകുന്ന പാത്തും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതനുസരിച്ചിട്ടാണ് അവിടെ നിന്നാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇമേജ് ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള റൂളുകൾ എന്തൊക്കെയാന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് റൂളുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റേ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ പ്രധാനമായിട്ട് ഒരു 3 റൂളാണുള്ളത്. ആ റൂളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റൂളാണ് കേട്ടോ. ദിസ് ഈസ് ദ റൂൾ നമ്പർ 1 എന്ന് പറയാം. കോൺവെക്സ് ലെൻസിന്റെ കേസിലും കോൺകേവ് ലെൻസിന്റെ കേസിലും ഞാനിവിടെ പറയുവാണ് കേട്ടോ. നോക്കിയേ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. നമ്മൾ ഇത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ആദ്യമേ അതിന് മുന്നേ എന്ത് വരയ്ക്കണം? ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരയ്ക്കണം. ദെൻ പിന്നെ എന്താണ്? ഒപ്റ്റിക് സെന്റർ അടയാളപ്പെടുത്തണം അല്ലെ? ഒപ്റ്റിക് സെന്റർ അടയാളപ്പെടുത്തുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഫോക്കസ് നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ. ഫോക്കസ് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പം ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിങ്ങൾ എഫ് എടുക്കുക. രണ്ട് സൈഡിലും ഫോക്കസ് ഉണ്ടല്ലോ. അപ്പൊ ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ടും നിങ്ങൾ അടയാളപ്പെടുത്തണം. മനസ്സിലായല്ലോ? ദെൻ ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് നമ്മൾ 2F ആക്കി എടുക്കുക. സെയിം ഡിസ്റ്റൻസ് ഒന്നുകൂടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ 2 സെന്റിമീറ്റർ ആണ്. ദെൻ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ എടുക്കുക. എഫും 2F. ഓക്കെ ആണല്ലോ? ഇനി ആദ്യത്തെ റൂള് പറഞ്ഞിരിക്കുന്നത് ഈ റേ ഓഫ് ലൈറ്റ് ഇതുണ്ടോ, ഇത് AB എന്ന് പറഞ്ഞിരിക്കുന്നത് റേ ഓഫ് ലൈറ്റ് ആണെന്ന് ചോദിച്ചു. ഈ റേ ഓഫ് ലൈറ്റ് ലെൻസിലേക്ക് വന്ന് വീഴുവാണ്. ഈ ആരോ മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റേ ഓഫ് ലൈറ്റ് വന്ന് വീണു. അപ്പൊ എന്ത് സംഭവിച്ചു? അത് റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടന്നിട്ട് ആ റേ പോകുന്നത് ഇതിലും വഴിയാണ്? ഫോക്കസിൽ കൂടെയാണ്. ഉണ്ടോ? ഫോക്കസിൽ കൂടെയല്ലേ അപ്പുറത്തെ വശത്തെ ലെൻസിന്റെ മറുവശത്തെ ഫോക്കസിൽ കൂടെയാണ് ആ റേ കടന്നു പോകുന്നത്. ഒരു റൂളാണ് കേട്ടോ. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി, സമാന്തരമായി
അല്ലെങ്കിൽ എന്താണ് ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായി അല്ലെങ്കിൽ പാരലൽ ആയിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ലെൻസിലേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ അത് ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം, അതായത് അപവർത്തനത്തിന് ശേഷം അത് എങ്ങനെയായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്? ഫോക്കസിൽ കൂടെ ആയിരിക്കും. മനസ്സിലായോ? അതാണ് ആദ്യത്തെ റൂള് പറഞ്ഞിരിക്കുന്നത്. എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ പോയിന്റ് വിച്ച് ഈസ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. റേ ഓഫ് ലൈറ്റ് അതായത് ഒരു ബിന്ദുവിൽ നിന്നും പ്രകാശീയക്ഷത്തിന് സമാന്തരമായി ഒരു കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി. ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇരിക്കുകയെന്ന് വിചാരിച്ചു, അവിടെ നിന്ന് ഇങ്ങനെ ഈ എന്താണ് പ്രകാശീയക്ഷം അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിന് പാരലായിട്ട് വന്ന് വീഴുക. ഇത് സംഭവിക്കും പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദ അതർ സൈഡ്. മറുവശത്ത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. മനസ്സിലായല്ലോ? മറുവശത്ത് മുഖ്യ ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുവാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് കോൺകേവ് ലെൻസിന്റെ കേസിലും. ഈ പ്രിൻസിപ്പൽ ആക്സിസ് കൊണ്ട് വരച്ച ഇതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ. ഒപ്റ്റിക് ആക്സിസ്, ഒപ്റ്റിക് സെന്റർ അടയാളപ്പെടുത്തണം, ഒപ്റ്റിക് ആക്സിസ് അടയാളപ്പെടുത്തണം കേട്ടോ. ഒരു റേ ഓഫ് ലൈറ്റ് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന് വീണു. ഇത് സംഭവിക്കും ഡൈവേർജ് ചെയ്യും. അത് എവിടുന്നാണ് വരുന്നത്? ആ ഫോക്കസിൽ നിന്നാണ് അല്ലെ? അപ്പം ഇൻ കേസ് ഓഫ് എ കോൺകേവ് ലെൻസ് ദ റേ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ എവിടുന്നാണ്? പ്രിൻസിപ്പൽ ഫോക്കസ് ലൊക്കേറ്റഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ കോൺകേവ് ലെൻസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ലെൻസിന്റെ സെയിം സൈഡിൽ അല്ലെ, ലെൻസിന്റെ സെയിം സൈഡിൽ നിന്നാണ് അത് വരുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? എന്താണ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ, കോൺവെക്സ് ലെൻസിനാണെന്നുണ്ടെങ്കിൽ പാസിംഗ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺകേവിലാണെങ്കിൽ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ്. മനസ്സിലായല്ലോ ആദ്യത്തെ റൂള്? ഇനി നമുക്ക് രണ്ടാമത്തെ റൂള് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള്. രണ്ടാമത്തെ റൂള് നോക്കി, ചിത്രത്തിൽ നോക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക, ലെൻസ് വരയ്ക്കുക, ഒപ്റ്റിക് സെന്റർ, ഫോക്കസ്, ഇതൊക്കെ അടയാളപ്പെടുത്തണം കേട്ടോ. രണ്ടാമത്തെ റൂൾ എന്താണ്? ഒരു റേ ഓഫ് ലൈറ്റ് ഇതിലും വഴിയാണ് കടന്നു പോകുന്നത്? ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്നു അല്ലെ, പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പ്രകാശിക കേന്ദ്രം ഇവിടെയാണ്. റേ ഓഫ് ലൈറ്റ് വന്നിട്ട് AB എന്ന് പറഞ്ഞ റേ ഓഫ് ലൈറ്റ് ആണ്, അത് വന്ന് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന് ഡീവിയേഷൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ? ഇങ്ങനെ ഇവിടെ വന്ന് വീഴുന്നവരെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എല്ലാം പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ അത് നേരെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ, പാസിംഗ് ത്രൂ വിത്തൗട്ട് എനി ഡീവിയേഷൻ ആണ്. അത് ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ അത് പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ പ്രകാശീയ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് എന്തേലും വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു എന്ന് പറയാം അല്ലെ? വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു, ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു. മനസ്സിലായല്ലോ? അപ്പം ഒരു റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെന്ററിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഇതേ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഇതുപോലെ തന്നെ. കോൺകേവ് ലെൻസിന്റെ കേസിൽ ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡൈവേർജ് ചെയ്തൊന്നും പോവില്ല, അത് വ്യതിയാനം ഒന്നും സംഭവിക്കാതെ കടന്നു പോകുന്നു. ഓക്കെ ആണല്ലോ സെക്കൻഡ് റൂള്. ഇനി അടുത്തത് തേർഡ് റൂളാണ്. തേർഡ് റൂള് നോക്കുക കേട്ടോ. തേർഡ് റൂൾ എന്താണ്? ഒരു റേ ഓഫ് ലൈറ്റ്, ചിത്രം കണ്ടല്ലോ, ഒരു റേ ഓഫ് ലൈറ്റ് എല്ലാം പാസ് ചെയ്ത് പോകുന്ന AB എന്ന് പറഞ്ഞ റേ ഓഫ് ലൈറ്റ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ എന്താണ്? അത് ലെൻസിലേക്ക് വരുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും. ആഫ്റ്റർ റിഫ്രാക്ഷൻ എങ്ങനെയാണ്? അതെ ഇതുണ്ടോ, അതേതാണ്? ഒപ്റ്റിക് ആക്സിസ് അല്ലേ, പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ, അതിന് സമാന്തരമായിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ, അപവർത്തനത്തിന് ശേഷം അതെങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് കടന്നു പോകുന്നത്. മനസ്സിലായല്ലോ? എ റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട് ഇൻസിഡന്റ് ഓൺ ദ ലെൻസ് എന്ത് സംഭവിക്കും? പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകുന്നു അല്ലെ? മനസ്സിലാവുന്ന? പ്രകാശിക അക്ഷത്തിന് അല്ലെ, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു എന്ന് പറയാം. പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു, സമാന്തരമായി കടന്നു പോകുന്നു. ക്ലിയർ ആയല്ലോ? കോൺകേവ് ലെൻസിന്റെ കേസിൽ കണ്ടോ? ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിലേക്ക് മീറ്റ് ചെയ്യുവാണെന്ന് നമ്മൾ അപ്പിയർ ചെയ്യുവാണെങ്കിൽ എന്താണ്? അതെങ്ങനെ പോകുന്നുണ്ട്? എമേർജ് പാരലൽ ടു ദ കണ്ടോ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകുന്നു. A ray of light appearing to meet at the principal focus of a concave lens after refraction will emerge parallel to the principal axis. അത് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വരുന്ന റേ എങ്ങനെയാണ്?
ഫോക്കസിലേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന റേ എന്ത് സംഭവിക്കും? ഇവിടുന്ന് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് 3 റൂള്. ഈ 3 റൂള് വെച്ചിട്ടാണ് നമ്മൾ ഇനി റേ ഡയഗ്രം ഒക്കെ വരയ്ക്കുന്നത്. ഓരോ പൊസിഷനിലും ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 റൂള് അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? 3 റൂള്. ആദ്യത്തെ റൂൾ എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ, അപവർത്തനത്തിന് ശേഷം എങ്ങനെയാണ്? ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. കണ്ടോ? ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. കണ്ടല്ലേ? ഇത് കണ്ടല്ലേ? ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യുവാണ് കോൺകേവ് ലെൻസിന്റെ കേസിൽ. ക്ലിയർ ആയല്ലോ? ഇനി ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടിന്റെയും കേസിൽ ദർ ഈസ് നോ ഡീവിയേഷൻ. ഇനി ഫോക്കസിൽ കൂടെയാണ് റേ ഓഫ് ലൈറ്റ് കടന്നു വന്ന് ലെൻസിലേക്ക് വീഴുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നു. കോൺകേവ് ലെൻസിന്റെ കേസിലും ഇത് തന്നെ. മനസ്സിലായല്ലോ ഈ 3 റൂള്? അപ്പൊ ഈ 3 റൂള് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? അടുത്ത റേ ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. ഇനി ഇതാ ഈ ഒരു ചിത്രം നോക്കിയാൽ നമ്മൾ പറഞ്ഞ 3 റൂളുകളില്ലേ, ഈ 3 റൂളുകൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേ വന്നു പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ചിട്ട് റിഫ്രാക്ഷന് ശേഷം ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. ഇനി ഒരു റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെന്ററിൽ കൂടെ, ഇത് ഒപ്റ്റിക് സെന്റർ ആണല്ലോ, ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ പോകുന്നു. ഇനി ഈ ഒരു റേ ഓഫ് ലൈറ്റ് എന്താണ്? ഈ ഫോക്കസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം എങ്ങനെയാണ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ആണ്, ഈ ഒബ്ജക്റ്റിന് റേ പല രീതിയിൽ കടന്നു പോവാം. ഇവിടെയാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ അതിന് ലൈറ്റ് റേസ് ഏത് രീതിയിൽ വേണമെങ്കിലും കടന്നു പോവാം. അപ്പൊ ഇത് മൂന്നും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിലായിരിക്കും അവിടെ എന്തുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഒബ്ജക്റ്റിന് ഇമേജ് ഉണ്ടാകുന്നത് ഇത് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മെഴുകുതിരി എന്തായാലും ഇവിടെ ഇരിക്കാന്ന് ചോദിച്ചാൽ ആ മെഴുകുതിരിയുടെ വെട്ടെന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ലൈറ്റ് പ്രകാശം എന്നാണ് ഈ ഇതിലേക്ക് വീഴുന്നുണ്ട്. പല രീതിയിൽ വന്ന് വീഴാം. പാരലായിട്ട് വന്ന് വീഴാം, ഇല്ല? പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന് വീഴാം. അല്ലെങ്കിൽ എന്താണ്? ഫോക്കസിൽ കൂടെ വന്ന് പോയിട്ട് റിഫ്രാക്ഷൻ നടന്നു പോവാം, അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോവാം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അങ്ങനെ പോകുന്ന റേ എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും. ആ പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും ഇതിന്റെ ഇമേജ് അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ? അപ്പൊ ഈ 3 റൂളുകളും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ 3 റൂളുകളും പഠിച്ചിരിക്കണം. ഈ ഇമേജ് ഉണ്ടാകുന്നതിന് സൈസും അല്ലെങ്കിൽ ഇമേജിന്റെ പൊസിഷൻ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അതാ 2F ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ 2F തന്നെ എന്നിട്ട് ഇമേജ് കിട്ടി, അതിന്റെ സൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ ഈ ഒബ്ജക്റ്റിനെ പല സ്ഥലത്ത് നോക്കുമ്പോൾ പല രീതിയിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതെങ്ങനെയാണ് ഇമേജ് അവിടെ ഉണ്ടാകുന്നത്? എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുവിന്റെ ഏതൊരു ബിന്ദുവിൽ നിന്നും ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ കടന്നു പോകുന്നുണ്ട്. അവയുടെ സംഗമസ്ഥാനം ഇല്ല, ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിലായിരിക്കും എന്താണ് അവിടെ ഇമേജ് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇമേജ് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ലെൻസും മെഴുകുതിരി അതുപോലെ സ്ക്രീനിന്റെ ഒക്കെ. അപ്പൊ ഇമേജ് ഉണ്ടാകുന്ന എവിടെയാണ്? ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചപ്പോഴാണ് ഇമേജ് അവിടെ ഉണ്ടായത്. ആ ഇമേജ് നമുക്കിവിടെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കുക. ഇങ്ങനെയുള്ള നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് റേ ഡയഗ്രാം ഓരോ പൊസിഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്, അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. 3 റൂളുകൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷത്തെ സിലബസിൽ. അപ്പൊ അതിൽ ഞാൻ കൃത്യമായിട്ട് ബോർഡിലൊക്കെ വരച്ച് കാണിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോയും കൂടെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അതും കൂടെ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് വെർച്വൽ ഇമേജ്, എന്താണ് റിയൽ ഇമേജ് കേട്ടോ, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് വെർച്വൽ ഇമേജ്, എന്താണ് റിയൽ ഇമേജ്, അത് നമുക്ക് മുന്നോട്ട് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇത് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണുക. പിന്നെയും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാം. പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും കാണുമ്പോൾ ഞാൻ എന്തായാലും അവിടെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. മാക്സിമം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, വെറുതെ ഓടിച്ചു പോകുമല്ല, ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷനും മനസ്സിലാക്കുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഭാവിയിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി നല്ലോണം പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ നമുക്കിത് ബാക്കി പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.